പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടെ ഈ കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ അനുവദിച്ചതിനെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ വലിയ ഒരു വാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിരുന്നു, ഒരു വീഡിയോ ചെയ്തു. ധാരാളം ആൾ ഇത് കാണുകയും തൻ്റെ നിരവധിയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ക്ലാസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകം ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും നക്ഷത്രങ്ങളിൽ പോയി കൂടുകൂട്ടിയാലും എന്ന് കർത്താവ് പറഞ്ഞത് എവിടെയാണ്? അങ്ങനെ ഒരു വചനം വിശുദ്ധഗ്രന്ഥത്തിലുണ്ട്. ഞാനത് സൂചിപ്പിച്ചായിരുന്നു. അത് ഇങ്ങനെയാണ്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെ ഇറക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെയിടും. ഇത് പ്രത്യേകം ഞാൻ നിങ്ങളോട് എടുത്തു പറയാൻ കാരണം, ഇന്നലെ സുനിത വില്യംസും അതിൻ്റെ കൂടെ 4 ആളുകളും ബഹിരാകാശത്ത് കുറേ കാലഘട്ടം ജീവിക്കുകയും ബഹിരാകാശ പേടകം കേടായിപ്പോയതുകൊണ്ട് അവരെ ചുറ്റിത്തിരിയുകയും തിരിച്ച് അവരെ കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു പേടകം നിർമ്മിച്ച് അയക്കുകയൊക്കെ ചെയ്തത് ലോകം വളരെ കൗതുകത്തോടെ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരരെ, ഇവിടെ നമ്മുടെ തലച്ചോറൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി, തലച്ചോറൊന്ന് ചിന്തിക്കാൻ വേണ്ടി, ബുദ്ധി ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തകളെ ഞാൻ ദൈവവചനത്തിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൽ 3000 വർഷങ്ങൾക്കപ്പുറം ഹോസിയ പ്രവാചകനിലൂടെ, ആമോസ് പ്രവാചകനിലൂടെ സർവശക്തനായ പിതാവായ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യഹോവ എന്ന ആ ദൈവം എഴുതി വച്ച വചനമാണ് ഇന്ന് ലോകം അറിയുന്നത്, ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് കർത്താവ് പറഞ്ഞു, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും ഞാൻ അവരെ പിടിച്ച് താഴെ ഇറക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരനെ, ഈ ബഹിരാകാശ പേടകം ബഹിരാകാശത്തിലേക്ക്, അതായത് നക്ഷത്രങ്ങളിലേക്ക്, ചൊവ്വയിലേക്കോ ബഹിരാകാശത്തേക്കോ ചന്ദ്രനിലേക്കോ കയറിപ്പോയാലും എന്ന് കയറിപ്പോകുന്നതിന് മുമ്പ്, അതായത് നമുക്ക് വെറുതെ കണക്ക് കൂട്ടിയാൽ ഒരു 100 വർഷങ്ങൾക്കപ്പുറം, വേണ്ട, ഒരു 50 വർഷങ്ങൾക്കപ്പുറം ഈ വചനം പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത് ചിന്തിക്കുകയില്ലേ? ഒരു 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 വചനപ്രഘോഷം എന്ന് പറയാൻ, പ്രിയപ്പെട്ടവരെ, ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ ആളുകൾ ബഹിരാകാശ പേടകം എന്ന് പറയുന്ന സാധനത്തിൽ കയറി ചന്ദ്രനിലേക്ക് പോകും, ബഹിരാകാശത്തേക്ക് പോകും, അവരവിടെ മാസങ്ങൾ താമസിക്കും, അതിനുശേഷം തിരിച്ചു വരും എന്നൊരു വചനപ്രഘോഷം പറയുകയാണെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണെന്നല്ലേ ജനം പറയുള്ളൂ. കാരണം അത് സംഭവിക്കാത്ത ഒരു കാര്യമാണ്, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കില്ല. ചന്ദ്രനിലേക്ക് ഒരാൾ കയറിപ്പോവുകയോ അല്ലെങ്കിൽ ബഹിരാകാശം എന്ന സ്ഥലത്തേക്ക് കുറേ ആളുകൾ കയറിപ്പോവുകയോ ചൊവ്വ ഗ്രഹത്തിലേക്ക് ആളുകൾ പോകുകയോ, ഇതെങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്ന വചനമൊക്കെ വിഡ്ഢിത്തമല്ലേ? എന്താണ് ഈ പറയുന്നത്? മനുഷ്യൻ ചിന്തിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ആ കർത്താവായ ദൈവം എഴുതി വെച്ച വചനം ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ, സുനിത വില്യംസും പേടകം കയറിപ്പോയി, അതിനുശേഷം അത് തിരിച്ച് ഭൂമിയിലേക്ക് കടലിൽ വന്ന് വീഴുന്നു. അതിലെ ആളുകളെ അവർ കപ്പലിൽ കയറ്റി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടിരുന്നു. അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അവർ ചോദിച്ചറിയുന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ പച്ചയായിട്ട് പച്ച മലയാളത്തിൽ, അതായത് മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ എഴുതി വെച്ച സംഭവം മനുഷ്യരുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സഹോദരരെ, ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയണം, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെ ഇറക്കും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചിരുന്നാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരിച്ചു പിടിക്കും. കാർമൽ ഗിരിശൃംഗം എന്ന് പറയുന്നത് വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിമാനങ്ങളിൽ, ഉയരങ്ങളിൽ, വലിയ ഉയരങ്ങളിൽ, വിമാനത്തിൽ, റോക്കറ്റുകളിലൊക്കെ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചിരുന്നാലും, പർവ്വതങ്ങളുടെ മുകളിൽ വിമാനത്താവളങ്ങൾ നിർമ്മിച്ച് അവിടെ പട്ടാള ബേസ് ക്യാമ്പുകളൊക്കെ നിർമ്മിച്ച് അവിടെ ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടുപിടിക്കും. ഇനി പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ, അത് വലിയൊരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചിരുന്നാലും അവിടുന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി
പട്ടാളമോ മന്ത്രിമാരോ മനുഷ്യനോ ഒളിച്ചിരുന്നാലും അത് കണ്ടുപിടിക്കുവാനുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, അത് കണ്ടുപിടിക്കാനുള്ള ആധുനിക യന്ത്രങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂമിക്കടിയിൽ തുരങ്കങ്ങളുണ്ടോ എന്ന് ഒരു സ്റ്റെതസ്കോപ്പ് പോലത്തെ ഒരു പരിശോധിക്കുന്ന വസ്തു സ്കാനിങ് മെഷീൻ വെച്ച് നോക്കിയിട്ട് അമേരിക്കയും ഇസ്രായേലും അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാൻ കർത്താവ് യന്ത്രങ്ങളെ തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധങ്ങളിൽ അവർ ഒളിച്ചിരുന്നാലും. മനസ്സിലാകുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ കാലഘട്ടങ്ങളെ അനുസരിച്ച് അതിൻ്റെ ശാസ്ത്രീയ സത്യത്തെ തെളിവാക്കി വെളിവാക്കി അതിൻ്റെ പരമസത്യത്തെ, നിഗൂഢതകളെ ദൈവം അർത്ഥമാക്കിയതും പറഞ്ഞതുമായ വചനങ്ങളെ, അതിൻ്റെ ശാസ്ത്രീയ കണക്കുകൂട്ടലുകളെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിഭജിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ? എന്താണ് ആഴിയുടെ അഗാധം? എൻ്റെ കണ്ണിൽപ്പെടാതെ ആഴിയുടെ അഗാധങ്ങളിൽ അവർ ഒളിച്ചിരുന്നാലും, അതായത് മുങ്ങിക്കപ്പൽ, പ്രിയപ്പെട്ടവരെ, മുങ്ങിക്കപ്പൽ ആഴിയുടെ അഗാധങ്ങളിൽ ആണവ ബോംബുകളുമായി മാസങ്ങളല്ല വർഷങ്ങൾ, 100 പേർക്കോ 200 പേർക്കോ ഭീമാകാരമായ ആണവ മുങ്ങിക്കപ്പലുകളിൽ കടലിൻ്റെ ഏത് ഭാഗത്താണ് അവർ ഒളിച്ചിരിക്കുന്നതെന്ന് ഭൂമിയിലിരിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ കർത്താവ് വർഷങ്ങൾക്കും 3000 വർഷങ്ങൾക്കും എഴുതി വെക്കുകയാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആഴിയുടെ അഗാധങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും, മുങ്ങിക്കപ്പലുണ്ടാക്കി അതിലൊളിച്ചിരുന്നാലും, അവർ ഒളിച്ചിരുന്നാലും ഞാൻ സർപ്പത്തിന് കൽപ്പന കൊടുക്കും. ഒരു സർപ്പദംശനമേറ്റാൽ മതി അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ, അല്ലെങ്കിൽ അതിൻ്റെ സർപ്പം വലിയ ഭീമാകാരമായ ഒരു മത്സ്യമോ ഭീമാകാരമായ കടൽ വ്യാളിയോ കടൽ പെരുമ്പാമ്പുകളോ ആ യന്ത്രത്തെ ഒന്ന് ചുറ്റിപ്പിടിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ ഒന്ന് വരിഞ്ഞു മുറിക്കാൻ മതി. എന്തു സംഭവിക്കും? അത് അവരെ ദംശിക്കും. സർപ്പത്തിന് കൽപ്പന കർത്താവ് കൊടുത്താൽ അത് അവരെ ദംശിക്കും. അവരെ കടലിനടിയിൽ വെച്ച് കടൽ പാമ്പുകൾ വിഴുങ്ങുകയോ കടിക്കുകയോ ചെയ്യുമെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവ് ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോവുകയും ഖഡ്ഗങ്ങളോടും പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയാലും ഖഡ്ഗങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും, അത് അവരെ വധിക്കും. അപ്പോൾ ആരെ പിടിച്ചുകൊണ്ട് പോയാലും വാളിനോട് ഞാൻ പറയും, അവരെ കൊല്ലാൻ പറഞ്ഞാൽ അത് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക്, അതായത് അതിൻ്റെ ലേസർ രശ്മികൾ ഉപയോഗിച്ച്. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണത്. ഇപ്പോൾ ഒരാൾ കാറിൽ ഓടിപ്പോകുമ്പം ഒരു ഡ്രോണ് പുറകെ പിന്നാലെ ചെന്നിട്ട് അയാളെ കൊല്ലുകയാണ്. അപ്പോൾ എങ്ങനെ ഒളിച്ചിരുന്നാൽ ഖഡ്ഗങ്ങളോടി, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർ ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയാലും ഖഡ്ഗങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും, അത് അവരെ വധിക്കും. ഖഡ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ വാളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രോണുകൾ. വാളുകൾ എന്ന് പറയുമ്പോൾ വാളെന്നുള്ള മാർത്ഥമർത്ഥമല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്ന വിവിധ രൂപങ്ങൾ, കൊല്ലുവാനുള്ള വിവിധ രൂപങ്ങൾ, അത് പിന്തുടർന്ന് കൊല്ലാൻ സാധിക്കും. കർത്താവ് പറയണ ഞാനത് അവരെ വധിക്കും. അവരുടെ മേൽ ഞാൻ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കും, നന്മയ്ക്കല്ല തിന്മയ്ക്ക്. സൈന്യങ്ങളുടെ ദയമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോന്നു, അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അത് ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും. അതിനി സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട. ആ നൈൽ നദിയിൽ വലിയ പതയോട് കൂടിയ പതഞ്ഞു പൊന്തലുകൾ ഇടയ്ക്കുണ്ട്. അവന് വേലിയേറ്റത്തിന് സമയത്ത് വലിയ ഉപ്പരസം അങ്ങോട്ട് കയറുകയും ചെങ്കടലിൽ കൂടെ നദികളിൽ കയറി വരികയും ചെയ്യുമ്പോൾ വലിയ പത അതിൻ്റെ മേലെ ഉണ്ടാവുകയും അതിങ്ങനെ പതഞ്ഞു പൊന്തി ഒരു വെള്ളക്കടൽ പോലെ ആകുകയും ചെയ്യുന്ന പ്രതിഭാസം ഈ നൈൽ നദിയിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം വരും. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങൾ മനുഷ്യൻ്റെ കൺമുമ്പിൽ ശാസ്ത്രീയമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിന് ശാസ്ത്രീയതയുണ്ട്, ദൈവവചനത്തിന് ശാസ്ത്രീയ കണക്കുകൂട്ടലുകളുണ്ട്, ദൈവവചനത്തിന് കാലഘട്ടങ്ങളുണ്ട്, ദൈവവചനത്തിന് സമയമുണ്ട്, കാലമുണ്ട്, വർഷമുണ്ട്, ഋതുഭേദങ്ങളുണ്ട്, ചരിത്രമുണ്ട്, സത്യമുണ്ട്, കണക്കുണ്ട്, സയൻസ് ഉണ്ട്, എല്ലാം അടങ്ങിയതാണ് തിരുവചനം. ദൈവവചനം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയെടുക്കുക, ഇത് ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. അതിപ്രധാനമായ കാര്യം അതാണ്. പക്ഷെ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരം നിങ്ങൾ ഉപയോഗിച്ച് ഇത് ഗ്രഹിക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അല്ലാതെ സുനിത വില്യംസും ആളുകളും അവിടെ കയറിപ്പോയി എന്നൊരു വചനം മാത്രം കാണിക്കാൻ വേണ്ടിയല്ല. അതിൻ്റെ ഒരു ഭയാനകത, അതിൻ്റെ പിന്നിൽ അതൊരു ശാസ്ത്രമാണ്, ശാസ്ത്രം വിജയിച്ചു, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആ ലക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ
ഈ ലോകത്ത് മറ്റ് ചില സംഭവങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയ വശം, അല്ലെങ്കിൽ അത് പറഞ്ഞത് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു, നക്ഷത്രങ്ങളെ കൂട് കൂട്ടാൻ വേണ്ടി പോകുന്നു. ഇനി നക്ഷത്രങ്ങളിലേക്ക് കൂട് കൂട്ടിയാലെന്നൊരു വചനമുണ്ട്. ഇത് നക്ഷത്രങ്ങളിൽ കയറിപ്പോയാലും എന്നാണ്. ഈ നക്ഷത്രങ്ങളിൽ കൂട് കൂട്ടുന്ന പറഞ്ഞാൽ ചന്ദ്രനിൽ പോയി അവിടെ താമസിക്കും മനുഷ്യൻ. ചന്ദ്രനിൽ വാസഗൃഹങ്ങൾ ഉണ്ടാക്കും. വലിയ പേടകങ്ങൾ പോലെ വലിയ കെട്ടിടം പോലെ സംവിധാനം ഉണ്ടാക്കും. അതിനകത്ത് ഭൂമിയിൽ നിന്ന് വായു കൊണ്ട് അതിനകത്ത് നിറയ്ക്കും. അതിനകത്തുള്ള ഓക്സിജൻ അതിനകത്ത് നിറയ്ക്കും. അതിനകത്ത് മനുഷ്യൻ താമസിക്കും, കാലാകാലങ്ങളിൽ താമസിക്കും. അവിടെ മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കും. അവിടെ ആണവായുധങ്ങൾ കൊണ്ടുപോകും. അത് ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ചന്ദ്രനിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ആളം വിസിലവിടാനുള്ള സംവിധാനം ഉണ്ടാവും. അതുപോലെ ചൊവ്വ ഗ്രഹത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞു വന്നു. ചൊവ്വ ഗ്രഹത്തിൽ പോയി അത് കണ്ടുപിടിച്ച് അവിടെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി മനുഷ്യൻ താമസിക്കും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടിയാലും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രനിൽ പോയി കെട്ടിടമുണ്ടാക്കി താമസിക്കുന്നതിന് കൂടുകൂട്ടുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഈ കാലഘട്ടങ്ങളിലാണ്, ഈ യുഗാന്ത്യത്തിലാണ്, ലോകം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിലാണ്, ഈ സമയത്താണ് ഇതിൻ്റെ പിന്നിൽ വലിയ സംഭവം വീണ്ടും നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഹോസിയ പ്രവാചകന്റെ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനമാണ്. അവിടെ കർത്താവാണ് അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അതൊരു വചനമാണ്. ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചപ്പോൾ, ലോകം ഇത്രമാത്രം സുഖസൗകര്യങ്ങളിലേക്ക് വളർന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഒന്നൊന്നായി പൂർത്തിയാകുമ്പോൾ, ഇന്ന് ലോകത്ത് കാണുന്നത് എന്താണ്? ശാസ്ത്രം എത്രയോ പുരോഗമിച്ചാലും, ലോകം എത്ര സമ്പത്തുകൊണ്ട് നിറഞ്ഞാലും, ഒരൊറ്റ കുടുംബങ്ങളിൽ വിവാഹം എന്ന സംഭവം ഇല്ല. ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ, ഇപ്പം ഞാൻ പറയാം, എലോൺ മസ്ക് എന്ന വ്യക്തി ഒരു ഗർഭപാത്രത്തിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സെന്ന് വിചാരിക്കുക, 50 വർഷം മുമ്പ് ഒരപ്പൻ്റെ ബീജത്തിൽ നിന്നും ഒരു അമ്മയുടെ അണ്ടത്തിൽ നിന്നും ഒരു ഗർഭപാത്രത്തിൽ എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ജന്മം കൊണ്ട് പുറത്തു വന്ന് 50 വർഷം ഭൂമിയിൽ ജീവിച്ചപ്പോഴാണ് ഇലോൺ മസ്ക് എന്ന വ്യക്തി ഈ ലോകത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ വളർച്ചയും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളും പടർന്ന് പന്തലിച്ചതുകൊണ്ടാണ് ഈ ശാസ്ത്രീയ സത്യം, ഈ പേടകമൊക്കെ അങ്ങോട്ട് പോയതും വന്നതെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് ലോകത്തിനുണ്ടായ എത്രയോ നന്മകൾ ഇത് ശാസ്ത്രീയ പഠനത്തിന് ഉപയോഗിക്കാം, ഇത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് അമേരിക്കയ്ക്കെതിരെയോ മറ്റ് ശത്രുരാഷ്ട്രങ്ങൾക്കെതിരെയോ ആരെങ്കിലും മറ്റ് മിസൈൽ സംവിധാനം ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്, ശാസ്ത്രം. എന്നാൽ ഇവിടെ നമുക്കൊരു സത്യം മനസ്സിലാക്കണം. എന്താ കർത്താവ് വന്നിരിക്കുന്നത്? അത് നമ്മൾ വായിക്കണം. അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. ലോകം മുഴുവനും വരണ്ട സ്ഥലങ്ങളുള്ള സ്ത്രീകളായിട്ട് മാറി എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന സത്യം ലോകത്ത് നിന്ന് ഇല്ലാതെയായി വരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജനനം കുറയുന്നു, കുടുംബങ്ങളുടെ അംഗസംഖ്യ ഇല്ലാതാകുന്നു, വാർദ്ധക്യമുള്ളവർ മാത്രം കഷ്ടങ്ങളും നഷ്ടങ്ങളും പേറി, ദുഃഖവും ദുരിതവും പേറി ഉള്ള 1-2 മക്കൾ വിദേശത്ത് പോയി അവിടെ വേദനയെ സഹിച്ച് മാതാപിതാക്കന്മാർ തനിച്ചു കഴിയുന്നു. മാതാപിതാക്കന്മാർ അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധം അവിടെ ദൂരത്തിരുന്ന് അല്പം ഒന്ന് വിളിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ വിവാഹമെന്ന സത്യമില്ലാതെ വരുന്നു. എന്നാൽ വിവാഹമെന്ന സത്യമില്ലാതെ വരുമ്പോഴും വിവാഹത്തിലെ എല്ലാ ആസ്വാദനങ്ങളും മനുഷ്യൻ ആസ്വദിക്കാൻ തക്ക വിധം ഇൻ്റർനെറ്റ് സംവിധാനത്തിൽ കൂടിയോ മറ്റ് ധാരാളം സംവിധാനത്തിൽ കൂടിയോ പണാഗമന മാർഗത്തിൽ കൂടിയോ ജോലി സ്ഥലങ്ങളിലോ ക്ലബ്ബുകളിലോ നിശാ ക്ലബ്ബുകളിലോ ഒക്കെ വെച്ച് എല്ലാ കുടുംബജീവിതത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ എല്ലാ സുഖവും മനുഷ്യൻ ആസ്വദിക്കുമ്പോൾ വിവാഹം ഇല്ലാതെ വന്നപ്പോൾ എന്തു സംഭവിച്ചു? ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കാതെ വന്നു. നമുക്കറിയാം, കാനഡയിലോ അമേരിക്കയിലോ വിദേശത്തൊക്കെ ജോലി പോയ പെൺകുട്ടികൾക്ക് 26, 27, 28, 30, 31 വയസ്സുകളിലാണ് പെൺകുട്ടികൾക്ക് കല്യാണം ആരംഭിക്കുക. ആ ജോലിയൊക്കെ കിട്ടി, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ മുടക്കി, 20 ലക്ഷം രൂപ വീട്ടാൻ വേണ്ടിയിട്ട് അത് വീട്ടിയെങ്കിലേ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പിന്നെ പൈസ തിരിച്ചു വന്ന കടം വീട്ടുന്നതും വരെ അവരുടെ കല്യാണം. അപ്പം വയസ്സ് 30 അപ്പോൾ എന്തു സംഭവിച്ചു? അവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മമില്ല, ജനനമില്ല. അഥവാ കല്യാണം കഴിഞ്ഞാലോ ഒരു കുഞ്ഞെങ്ങാനും ആയില്ലേലായി. കുഞ്ഞുങ്ങളില്ലാത്തൊരു കാലഘട്ടം. ഇതുപോലെ ഇത്രമാത്രം ഉണങ്ങി വരേണ്ട സ്ഥലങ്ങളും വറ്റിപ്പോയ ഗർഭപാത്രവും ഇത്രമാത്രം വിവാഹത്തിൻ്റെ കൂതാശ തകർന്നതും ഇത്രമാത്രം കൗതാശിക തലങ്ങൾ പരാജയപ്പെട്ടതും ഇത്രമാത്രം വൈദികരും മെത്രാന്മാരും തകർന്ന് തരിപ്പണമായതും വിശ്വാസനും വിശുദ്ധിയുടെയും കെട്ട് പൊട്ടിപ്പോയതും അശുദ്ധിയുടെ മേഖല കടന്നു വന്നതും ഇത്രമാത്രം തകർക്കപ്പെട്ടതുമായ ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും
നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടിയാലും ആഴിയുടെ അഗാധങ്ങളിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കാം. നമുക്ക് നമ്മുടെ വാർത്താവിനിമയ സംവിധാനമുണ്ട്. ടവറുകളിൽ നിന്ന് നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ ബഹിരാകാശത്തെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് പോവുകയും ബഹിരാകാശത്തിരിക്കുന്ന അതിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ പിടിച്ചെടുത്ത് ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നതിനെ റിസീവ് ചെയ്ത് സ്വീകരിച്ചിട്ടാണ് നമ്മൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്. എന്നാൽ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്രവചന രൂപത്തിൽ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ഭയാനകമായ ഒരു സംഭവത്തിൻ്റെ ഒരു സത്യം നിങ്ങളോട് പറയാം. അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും അവർ സുനിത വില്യംസിനെ പോലെയോ അല്ലെങ്കിൽ ധാരാളം ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ 100 ആളുകളെ കൊണ്ടോ ഒക്കെ ബഹിരാകാശത്തേക്ക് പോകുന്ന വലിയ പേടങ്ങൾ നിർമ്മിക്കും. അത് ചൊവ്വയിലേക്ക് പോയെന്നവരും ചന്ദ്രനിൽ പോയി കൂടുകൂട്ടി അവിടെ താമസിക്കും. അവിടെ ലോകത്ത് മനുഷ്യൻ പോവുകയും വരികയും ചെയ്യുന്ന ഒരു ടൂറിസം സെൻറ്റർ പോലെ ചന്ദ്രൻ മാറുകയൊക്കെ ചെയ്യുമ്പോൾ എന്തു സംഭവിക്കും? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ ഈ വിവാഹം എന്ന സത്യം ഇല്ലാതെ വരുന്ന കാലഘട്ടം വരും. അപ്പോൾ എന്തു സംഭവിക്കും? ഒരു കാര്യം സംഭവിക്കും. ഈ വാർത്താവിനിമയ സംവിധാനത്തെ ദൈവം അടിച്ചുടയ്ക്കും. ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ടവറുകൾ, ബഹിരാകാശ പേടകത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ബഹിരാകാശ പേടകത്തിൽ കഥാവ് സംഭവിക്കും, ദൈവത്തിന് ഒരു ഉൽക്കൈ വിട്ടാൽ മതി അടിച്ച് തകർക്കാൻ. അല്ലെങ്കിൽ ചൂട്, അന്തരീക്ഷ ചൂട്, സൂര്യൻ്റെ താപനില നിലവിലുള്ളതിനേക്കാൾ ഒരു 100 ഡിഗ്രി കൂട്ടിയാൽ മതി, ബഹിരാകാശ പേടകങ്ങൾ ഉരുകിപ്പോവും. അപ്പോൾ കർത്താവിന് സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാനേ ഉള്ളൂ. ഈ വിഗ്രഹത്തിന് പിന്നാലെയുള്ള മനുഷ്യൻ്റെ ഓട്ടത്തെ, മനുഷ്യൻ വിഗ്രഹത്തിന് പുറകെ പിന്നാലെ ഓടിയെന്നുള്ളതിനേക്കാൾ ഏറെ ദൈവമെന്ന പരമസത്യത്തെ അവർ നിഷേധിച്ചു. ദൈവവിശ്വാസം, ദൈവത്തിന് വേണ്ടി വിശുദ്ധി, ദൈവത്തിന് വേണ്ടി അശുദ്ധമായത് ഉപേക്ഷിക്കാനുള്ള താല്പര്യമില്ലായ്മ, കൂതാശ തലങ്ങളോടുള്ള വെറുപ്പ്, വിശ്വാസത്തിന് വിശുദ്ധിയുടെയും ഉപേക്ഷിക്കൽ, ദൈവമെന്ന പരമസത്യത്തോടുള്ള ദാഹം ഇല്ലാത്ത അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥ, സഭയിലെ അതിഭയാനകമായ ആഡംബര ജീവിതം, ഇതെല്ലാം വരുമ്പോൾ എന്തു സംഭവിക്കും? വിശ്വാസത്തിന് വിശുദ്ധിയുടെ അളവ് കുറയുമ്പോൾ കുടുംബജീവിതം തകരുന്നു. അതോടുകൂടി അവിടെ എന്തു സംഭവിക്കുന്നു? വിവാഹമില്ലാതെ വന്നാൽ എന്തു സംഭവിക്കും? ഇപ്പോൾ 34 വയസ്സ് 35 വയസ്സ് വരെ ഒരു പുരുഷൻ നിന്നാൽ, 40 വയസ്സൊരു പുരുഷൻ നിന്നാൽ, അല്ലെങ്കിൽ 30-31 വയസ്സൊരു പെൺകുഞ്ഞ് നിന്നാൽ, അവിടെ കർത്താവ് പറയാണ്, അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങൾ കൊടുക്കുക. അലസിപ്പോകുന്ന ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിച്ച് 35 വയസ്സുള്ള പുരുഷനും 31 വയസ്സുള്ള പെൺകുട്ടിയും കല്യാണം കഴിച്ചു. അങ്ങനെ ചില കേസുകളൊക്കെ എന്നോട് ചിലർ സംസാരിക്കാറുണ്ട്. ആദ്യത്തെ കുഞ്ഞ് അലസിപ്പോയി, രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, ആദ്യത്തെ കുഞ്ഞ് അലസിപ്പോയി, ഒന്നുകൂടി ഗർഭം ധരിക്കാൻ വേണ്ടി മാസങ്ങൾ ചികിത്സിച്ചു മടുത്തു. അവസാനം ഒരെണ്ണം കാത്തിരുന്ന് ലക്ഷങ്ങൾ, 10,000 ലക്ഷങ്ങളൊക്കെ മുടക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ മാത്രം കിട്ടി, പിന്നീട് ഒരു കുഞ്ഞുണ്ടായിട്ടുമില്ല. ചില കേസുകൾ അങ്ങനെ, ചില കേസുകൾ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളേ ഇല്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ വെറുതെ ജീവിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയണ, അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. പിന്നെ ഇവരെങ്ങനെയാണ് ഇതൊക്കെ ജീവിതം ആസ്വദിക്കുന്നത്? ഇതാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞ വചനത്തിനർത്ഥം. ഈ അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളുമുള്ള കാലഘട്ടം ഇത്രമാത്രം ഭയാനകമായി ലോകത്തുണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത് ഇത്രമാത്രം പുരുഷമായി വിശുദ്ധിയുടെ അളവ് നഷ്ടപ്പെട്ടു, വിവാഹത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു, ഡൈവോഴ്സുകളുടെ എണ്ണം ഓരോ രൂപതയിലും നമ്മുടെ മെത്രാന്മാരെ സമീപിച്ച്, നമ്മുടെ അച്ഛന്മാരെ സമീപിച്ച് ചോദിച്ചാൽ മതി ഓരോ രൂപതയിൽ എത്ര ഡൈവോഴ്സ് നോട്ടീസുകളുണ്ട്, എത്ര ഡൈവോഴ്സ് കേസുകൾ ഏർപ്പെടും ചോദിച്ചാൽ അവർ 10,000 ലക്ഷങ്ങളൊക്കെ പറഞ്ഞു തരും. വിവാഹത്തിൻ്റെ അളവ് കുറവും ഡൈവോഴ്സിൻ്റെ അളവ് കൂടുതലും. പിന്നെ അതോടൊപ്പമാണ് ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിയുന്ന അവസ്ഥ. അതുപോലെ തന്നെ മെത്രാന്മാരും അച്ഛന്മാരിലും കടന്നുകൂടിയ തിന്മകളുടെ എണ്ണം അതിഭയാനകമാണ്. ഈ കാലഘട്ടം ആസ്വാദനത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടം തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും മതിക്കാനും നൃത്തം ചവിട്ടാനും പറ്റിയ ഒരു കാലഘട്ടമാണ്. കാരണം സമ്പലിൽ സമൃദ്ധി, ഭക്ഷ്യസമൃദ്ധി, സാമ്പത്തിക സമൃദ്ധി, ആരോഗ്യ സമൃദ്ധി, കണ്ണിന് ഇഷ്ടമുള്ള സമൃദ്ധി, കാതിന് കേൾക്കാൻ ഇഷ്ടമുള്ള സമൃദ്ധി, വാഹന സമൃദ്ധി, കെട്ടിട സമൃദ്ധി, വാർക്ക വീട് സമൃദ്ധി, ജോലി സമൃദ്ധി, പണസമൃദ്ധി, അക്കൗണ്ട് സമൃദ്ധി. എവിടെയാണ് സമൃദ്ധി ഇല്ലാത്തത്? എല്ലാം സമൃദ്ധി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇതാ നീ എന്തു ചെയ്താലും, നീ കാർമൽ മലയിൽ പോയി ഒളിച്ചിരുന്നാലും, നീ നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയാലും നീ അവിടുന്ന് വലിച്ച് താഴെയിടും. കർത്താവിന് ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ഒരു സെക്കൻഡ് നേരം, ഒരു 2 മിനിറ്റ് നേരം ഇലക്ട്രോണിക് സംവിധാനം ഒന്ന് നിശ്ചലമായാൽ വിമാനങ്ങൾ വഴിതെറ്റിപ്പോകും. വിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ കട്ടായി പോകുന്നെങ്കിൽ വിമാനം അതിൻ്റെ പാതയിൽ നിന്ന് തെറിച്ചു പോകും. എവിടെയാണ് ഇറങ്ങേണ്ടത് മനസ്സിലാവാതെ പോകും. വിമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണിങ്ങനെ പാത തെറിച്ച് മാറിപ്പോകും, അതിൻ്റെ ഡയറക്ഷൻ വിട്ടുപോകും. അതുപോലെ ഈ
ബഹിരാകാശ വാഹനമായിട്ട് മേലേക്ക് പോയതാണെങ്കിലും അത് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും അതിൻ്റെ അവസ്ഥയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. പക്ഷേ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, കർത്താവ് ഭൂമിയിലെ ഒരു ടവർ അല്ല ഇൻ്റർനെറ്റ് സംവിധാനം അടിച്ച് തകർത്താൽ ഈ ബന്ധം നിശ്ചലമായി പോകും. അപ്പോൾ കർത്താവ് പറയാണ്, നിന്നെ ഞാൻ അവിടുന്ന് വലിച്ച് താഴെ ഇറക്കും. ചത്തുപോകും മനുഷ്യൻ ബഹിരാകാശത്ത് കിടന്ന്. പിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പോലും ആരെക്കൊണ്ടും പറ്റിയില്ല. പിന്നെ സംവിധാനങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് കർത്താവ് സർവശക്തനായ ദൈവം പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യുഗാന്ത്യമാണ്, യുഗത്തിൻ്റെ അന്ത്യമാണ്, യുഗം അവസാനിക്കാറായി പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ പരിപൂർണമായി സ്നേഹിക്കുന്നുവെങ്കിൽ, നിനക്ക് നിത്യജീവൻ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരനെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഞാൻ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറയാറുണ്ട്, നമ്മുടെ സഭാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സംവിധാനങ്ങളെ ഉപയോഗിച്ച് നമ്മൾ അശുദ്ധമായ മേഖലയിൽ നിന്നൊരു വിട്ടുമാറൽ, ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ ഇന്ന് ബുധനാഴ്ച പരിശ്രമങ്ങളെ 21, 22, 21 ദിവസങ്ങളിൽ കല്ലംകുളം ധ്യാന സെൻറ്ററിൽ ബദർ ജോസ് പുലിക്കാട്ടിൽ ബദറിൻ്റെ നേതൃത്വത്തിൽ റുഹാഭിഷേക ധ്യാനം നടക്കുന്നുണ്ട്. മംഗളവാർത്ത ടീം എന്ന ആ ടീമാണ്, ഒരു 5-10 അംഗ ടീമാണ് അവർ. നല്ല ധ്യാനം ക്ലാസ്സുകളുമാണ്. അവിടെയൊക്കെ പോവുക നിങ്ങൾ, ധാരാളം വചനപ്രവേശനം അവിടെ ഇവിടെ ഒക്കെ പോകണം. നിങ്ങളൊരു 3-4 ധ്യാനങ്ങളെങ്കിലും പല സെൻറ്ററുകളിൽ പോയി കൂടണം. അതിൻ്റെ കാരണം ഒരു സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന സന്ദേശമല്ല മറ്റൊരു സെൻറ്ററിൽ നിന്ന് കിട്ടുന്നത്, ഒരു സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന വചനമല്ല മറ്റൊരു കിട്ടുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പരിശുദ്ധാത്മാ വിഷയമല്ല മറ്റൊരു സെൻറ്ററിൽ. ഒരു 3-4 എങ്കിലും ധ്യാന സെൻറ്ററിൽ ഓരോ മാസം കയറിയിറങ്ങി ധ്യാനം കൂടി എന്തു വില കൊടുത്തും എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ ഞാൻ ഉറപ്പാക്കണം. എനിക്ക് ബോധ്യം വേണം, ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെ എത്തും എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. എന്നിലൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത്? ഞാൻ ഏതെങ്കിലും അശുദ്ധ ആത്മാക്കളുടെ പിടിയിലാണോ? ഏതെങ്കിലും അശുദ്ധമായ പക്ഷി എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പത്തെ മൊബൈലിൽ ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത്? 2 ജ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. 2 ജ്യൂസ്. ആ രണ്ടാമത്തെ ജ്യൂസിൻ്റെ കാര്യം, മാലിന്യം നിറഞ്ഞ ആത്മാവാണോ എൻ്റേതെന്ന് പരിശോധിച്ച് നോക്കണം. മാലിന്യം നിറഞ്ഞ ആത്മാവിനെ ഏതെങ്കിലും മനുഷ്യൻ വേണോ? ആർക്കും വേണം? കത്തോലിക്ക സഭയ്ക്ക് വേണോ? സഭയിൽ ഞാനൊരു കഞ്ചാവൊക്കെ അടിച്ച് MD ഒക്കെ കഴിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ട് പള്ളിയിലോട്ട് കയറി ചെന്നാൽ എന്നെ ആർക്കെങ്കിലും വിലയുണ്ടാവും? നമ്മൾ ന്യായപടി എന്ത് ചെയ്യും? എന്നെ കൂടപ്പുറപ്പുകൾക്കോ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ എന്നെ ഒരു വിലയുണ്ടോ, സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ അശുദ്ധമായ ആത്മാവുള്ള ഒരു വ്യക്തിയും ആർക്കും വേണ്ട. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിന് വേണോ? ദൈവത്തിനും വേണ്ട. പക്ഷേ ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ എത്ര പാപിയാണെങ്കിലും, നീ എത്ര കൊടിയ പാപിയാണെങ്കിലും, നീ എത്ര തിന്മ ചെയ്തവനാണെങ്കിലും, നീ എത്ര വിശുദ്ധി നഷ്ടപ്പെടുന്നവനാണെങ്കിലും, സർവശക്തനായ യേശുവേ എൻ്റെ മേൽ കനിയണമേ, എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ ആത്മാവിനോട് കരുണ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ അശുദ്ധി തന്നെ വീണ്ടെടുക്കണമേ എന്ന് പറയുന്ന പക്ഷം ആ നിമിഷം പ്രവർത്തിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവാണ് നമുക്ക് ദൈവമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവങ്ങൾ. സുനിത വില്യംസിൻ്റെ കാര്യങ്ങൾ, മുങ്ങിക്കപ്പലുകൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വരേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും അലസ്യ ഗർഭപാത്രങ്ങളെക്കുറിച്ചും, അലസ്യ ഗർഭപാത്രം ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇന്ന് പല വാർത്തകളിലും നമ്മൾ കേൾക്കുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളതുമായ കത്തോലിക്ക സഭയുടെയും സഭയുടേതല്ലാത്തതുമായ അനേകം ആശുപത്രികളിൽ നടക്കുന്ന അബോർഷനുകൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വെറുതെ എഴുതി വെച്ചതല്ല ഇതൊന്നും. ലോകത്ത് ഏറ്റവും കൂടുതൽ അബോർഷൻ നടക്കുന്ന കാലഘട്ടം ഇതാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുക, ലൈംഗിക ആസ്വാദനം ആസ്വദിച്ച് സുഖിക്കുക, ഗർഭം ധരിച്ചാൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ, അത് ഇടവകയായിക്കോട്ടെ, രൂപതയായിക്കോട്ടെ, സഭയായിക്കോട്ടെ, കേരളമായിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കർത്താവ് എന്താ പറയുന്നത് അതും കൂടെ നമ്മൾ കേൾക്കണം. അതിൻ്റെ ഭാഗ്യമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു, അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു, അത് മുഴുവൻ നൈൽ പോലെ, ഈജിപ്തിലെ നദി പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്യുന്നു. ഭൂമിയെ കർത്താവ് സ്പർശിക്കുന്ന സമയത്ത് ഭൂമി ഉരുകിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരനെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? മിന്നൽ പിണൽ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. മിന്നൽ പിണരിൻ്റെ ചൂടും ശക്തിയും വെളിച്ചവും ആർക്കെങ്കിലും എന്തുകൊണ്ടാണ്? നമ്മൾ ഒരാളിനോട് ചോദിച്ചു, ഈ ദൈവം എന്ന് പറയുന്ന ആളെവിടെയാണ്? നിങ്ങൾ പറയുന്ന ദൈവം യേശു എന്ന് പറയുന്ന ആളെവിടെയാണ്? അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? കാണാനുണ്ടോ? അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാ ദൈവം ഇത്ര മറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ദൈവത്തിന് വെളിപ്പെട്ടാൽ പോരെ, ഇങ്ങോട്ട് വന്നാൽ പോരെ. നിങ്ങൾ പാപമൊന്നും ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ശക്തനായ ഒരു വ്യക്തി, ദൈവത്തെ പോലെ കാണുന്ന ഒരു ഭയങ്കര നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, നല്ല സുമുഖനായ
ഒരു ചെറുപ്പക്കാരനെ പോലെ ഒരു മനുഷ്യൻ ഞാൻ ദൈവമാണ് യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു, മേലിൽ പാവം ചെയ്യുന്നതൊക്കെ നമ്മൾ താക്കീത് ചെയ്യുന്നു. അപ്പം നമുക്ക് വിശ്വാസമായി കർത്താവ് മുമ്പിലുണ്ടല്ലോ. ഈശോ ഇന്നലെ വന്നിട്ട് എന്നും ഇന്ന് പറഞ്ഞായിരുന്നു വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നലെ കണ്ടതല്ലേ, അപ്പം പിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ. എന്തുകൊണ്ടാണ് സർവശക്തനായ യേശു ക്രിസ്തു, സർവശക്തനായ ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവിടെ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രനാഗമനം. ഒരു മിന്നൽ പിണറിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. അതിൻ്റെ വോൾട്ട്, അതിനകത്തെ അഗ്നി ആണവ ബോംബിനേക്കാൾ ശക്തമാണ്. അതിനകത്തെ തീ എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു മലയോ പർവ്വതത്തെയോ ഒരു മരത്തെയോ ഒരു പ്രദേശത്തെയോ മുഴുവൻ അഗ്നി കൊണ്ട് കത്തിച്ചു കളയാൻ, ഉരുക്കിക്കളയാൻ കെൽപ്പുള്ള ശക്തിയാണ് മിന്നൽ പിണർ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രനാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിന്നൽ പിണറിനെ പോലെയോ അതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയോടുകൂടി ഇതാ കർത്താവ് തൻ്റെ കാലുകൾ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. ഭൂമി ഉരുകിപ്പോകും എന്ന് പറഞ്ഞാൽ 10,000 ഡിഗ്രി അല്ലെങ്കിൽ 1,00,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഭൂമിയെ വന്നാൽ ഭൂമി ഉരുകിപ്പോകും. അങ്ങനെ കർത്താവ് 1 കോടിയല്ല, ഒരു 10,000 കോടി ചൂടുള്ള ആ അഗ്നിരൂപനായ സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ കത്തിച്ചാമ്പലായി പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന ആ സ്നേഹാഗ്നി മാത്രമേ ദൈവം നമുക്ക്. പരിശുദ്ധാത്മാവ് എന്ന ഒരു സ്നേഹമുള്ള അഗ്നിയാണ്. അത് സ്നേഹത്തിൻ്റെ അഗ്നിയാണ്, കോപത്തിൻ്റെ അഗ്നിയല്ല. കോപത്തിൻ്റെ അഗ്നി കർത്താവിന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ന് കർത്താവ് വെളിപാടിന് എഴുതിയത്. ക്രോധം, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ഒരു അഗ്നിയുടെ രൂപമുണ്ട്. അത് ഈ ആണവ മിസൈലിനേക്കാളൊക്കെ വലിയ ശക്തിയുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ പാദം ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്തുകൊണ്ട് ഉരുകിപ്പോകുന്നു നമ്മൾ ചിന്തിക്കണം. ഈ ഉണങ്ങിയ സ്ഥലങ്ങളും വരണ്ട ഗർഭപാത്രവും ഉള്ള സഭ, നമ്മുടെ സഭ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം ആൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാത്ത, എന്തുമാത്രം പെൺകുഞ്ഞുങ്ങളാണ് നമുക്ക് കല്യാണം കഴിക്കാൻ ഇല്ല. ഉള്ള കുഞ്ഞുങ്ങൾ പോലും ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ എന്ന് പറഞ്ഞ് ജോലി തേടി പണം തേടി പോയിരിക്കുകയാണ്. ഈ 30 വയസ്സ് 31 വയസ്സ് ആയിട്ടും വിവാഹം നടക്കുന്നില്ല. കാരണം മാതാപിതാക്കന്മാരെ പൈസയ്ക്ക് വന്നോട്ടെ, പൈസ 1.5 ലക്ഷം 2 ലക്ഷം വെച്ച് വന്നുകൊണ്ടിരിക്കുക. കൊച്ചി ഇസ്രായേലിലാണ്, കൊച്ചി കാനഡയിലാണ്, കൊച്ചി UK കൊച്ചി അമേരിക്കയിലാണ്. കൊച്ചിന് 32 വയസ്സായി, പക്ഷേ 2 ലക്ഷം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കല്യാണം പയ്യെ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കേസുകളുണ്ട്, ഇഷ്ടമുണ്ട്. കർത്താവ് പറയാണ്, നിന്റെ ഉണങ്ങിയ സ്ഥലങ്ങളും വരണ്ട ഗർഭപാത്രവും അലസിപ്പോയ ഗർഭപാത്രവും ഉണ്ടായിട്ട് നീ ഈ ലോകത്ത് സമ്പത്തിൻ്റെ പുറകെ പോയാൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഭൂമി ഉരുകിപ്പോവും, നിന്റെ ജീവനും ജീവിതവും എന്നേക്കുമായിട്ട് പോവും. സഹോദരരെ, കർത്താവ് പറഞ്ഞ വചനത്തെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ രീതി ചിന്തിച്ച് പഠിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ പ്രവർത്തിക്കുന്നു, കാലത്ത്, ഏത് കാലത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു 100 വർഷം മുമ്പ് ഈ വചനം വായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾ പറയട്ടെ, ഒരു സത്യം ഞാൻ പറയാം. ഏകദേശം 2012 ശരിക്കും ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും അത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമുക്ക് മനസ്സിലായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ ഞാൻ മൊത്തമായി, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഗ്രന്ഥമായിരുന്നു വിശുദ്ധ ഗ്രന്ഥം. അതിന് മുമ്പ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ അവധിക്ക് സന്ധ്യ ആകുമ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്ത് വെച്ച് തുടക്കം മുതൽ അവസാനം വരെ വെറുതെ വായിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എത്രയോ തവണ വായിച്ചു പോയിട്ടുള്ള വചനങ്ങളാണ്. ഇപ്പോൾ ഈ വചനങ്ങളൊക്കെ എത്രയോ ആവർത്തി വായിച്ചാണ്. ആവർത്തിച്ച് വായിക്കും തോറും ഇതിനകത്തെ നിഗൂഢ രഹസ്യങ്ങളെ കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരും. പ്രത്യേകിച്ചും എനിക്ക് വചനം വായിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങും. അതിൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഉത്ബോധ്യമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അത് ചില വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ നിമിഷം ചില സന്ദേശങ്ങൾ തരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം യേശയ്യാപ്രവചന പുസ്തകത്തിൽ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഉണങ്ങിയ സ്ഥലങ്ങളും വരണ്ട ഗർഭപാത്രവും നൽകുക, അലസിപ്പോയ ഗർഭപാത്രം നൽകുക. ഇന്ന് വിവാഹം നടക്കുന്നില്ല, ലൈംഗിക ആസ്വാദനം നടക്കുന്നു, എന്നാൽ വിവാഹത്തിന് യാതൊരു മഹത്വമില്ല. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ല, സ്ത്രീകളുടെ മുലയിൽ പാലില്ലാത്ത മുല, വരണ്ട മുലകൾ. വ്യക്തമായിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു, അവൾക്ക് വരണ്ട മുലയും അവൾക്ക് ഉണങ്ങിയ മുലയും അലസിപ്പോയ ഗർഭപാത്രം നൽകുക. അപ്പോൾ ഏറ്റവും ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വരവ് എന്ന യാഥാർത്ഥ്യം, യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് എന്ന പരമസത്യം ഇതാ തൊട്ടടുത്ത്. ഇനി നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞുതരാം പ്രിയപ്പെട്ട, എന്തുകൊണ്ടാണ് ഈ ചാടിക്കെട്ടി ഈ 3ാം കോടി ഇപ്പം ലോകം അതിൻ്റെ അന്ത്യത്തിൽ നിന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇത് എന്തുകൊണ്ടാണ് ഇപ്പം കൊണ്ട് 3-4 ലോകമായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാത്തത്? അതിൻ്റെ ഒരു കാരണം ഞാൻ അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം.
അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത് എന്തുകൊണ്ടാണെന്ന് കർത്താവ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഇപ്പോൾ ഈ സുനിത വില്യംസ് ഒക്കെ കയറി പോയിട്ട് 8 മാസം 9 മാസമേ ഉള്ളൂ. അത് കയറിപ്പോകുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് പോയി അത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാരണമുണ്ട്, അതിനൊരു സമയമുണ്ട്, കറക്റ്റ് സമയം. അത് വിശകലനത്തിലുണ്ട്. ആ സമയം തുടങ്ങുമ്പോൾ ഇത് സംഭവിച്ചിരിക്കും. ആ സമയം അങ്ങ് എത്തി വന്നപ്പോൾ കറക്റ്റ് ഈ മൂന്നാം ലോക മഹായുദ്ധം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുകയും അത് യുഗാന്ത്യത്തിലേക്ക് പോവുകയും ചെയ്യും. ആ ഒരു വക്കിലാണ് നാമുള്ളത്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുവാൻ, അതായത് നിങ്ങൾക്ക് ഒരു ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ കിട്ടുവാൻ തക്കവിധം ഉള്ളൊരു സംവിധാനം ഞാൻ ഒരുക്കി കൊണ്ടുവരികയാണ്. അത് അടുത്ത കാലഘട്ടങ്ങൾ, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ധ്യാനമായിട്ട് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡേറ്റ് പ്രഖ്യാപിച്ച് നിങ്ങളെ ക്ഷണിക്കും. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അടുത്ത വിശദവിവരങ്ങൾ നിങ്ങൾ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോസ് പുലിക്കോട്ടിൽ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനത്തിൽ നിങ്ങൾ ചെല്ലുക, ധ്യാനിക്കാൻ പറ്റുന്ന തൃശ്ശൂർ കല്ലംകുളം ധ്യാന സെൻറ്ററിലേക്ക് നിങ്ങൾ പോവുക. അവിടെ പോയിട്ട് ഋഗാഭിഷേക ധ്യാനത്തെ സംബന്ധിക്കുക, നല്ല വിശുദ്ധിയോടെ ശ്രദ്ധിക്കുക, വചനം ശ്രവിക്കുക, പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിൽ നിറയുക. അതിനുശേഷം മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരു 1, 2, 3 ധ്യാനങ്ങൾ എത്രയും പെട്ടെന്ന് കൂടി ഒരുങ്ങുക. കാരണം വെച്ചാൽ ഇത് അധിക സമയം നമ്മൾ ആലോചിക്കണം. ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സമയമെത്തി. നക്ഷത്രങ്ങളിലേക്ക് കയറിപ്പോയ കാലഘട്ടം വന്നു. ആഴിയുടെ അഗാധങ്ങളിലേക്ക് പോയി ഒളിച്ചിരുന്നാലിരിക്കുന്ന കാലഘട്ടം വന്നു. ഒരാൾ ഖഡ്ഗവുമായിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടാൽ മറ്റൊരു ഖഡ്ഗത്തെ ഉപയോഗിച്ച് കൊല്ലാനുള്ള സംവിധാനം ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടു. ഉണങ്ങിയ സ്ഥലങ്ങളും വരണ്ട ഗർഭപാത്രവും ലോകത്ത് കണ്ടു തുടങ്ങിയെന്നല്ല, അതിൻ്റെ കൂടുതൽ വന്നു. എല്ലാ ലക്ഷണങ്ങളും പൂർത്തിയായ കാലഘട്ടത്തിലാണ് ലോകം ജീവിക്കുന്നത്. ആ ചുരുങ്ങിയ കാലമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ, ചുരുങ്ങിയ കാലമേ ഉള്ളൂ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറത്തിൽ ആദ്യം എന്താണ് സംഭവിക്കുക? പെട്രോൾ അപ്രത്യക്ഷമാകുന്നു, ഭക്ഷണം അപ്രത്യക്ഷമാകുന്നു, തുടർന്ന് എല്ലാം അപ്രത്യക്ഷമായി വരുന്നു. അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 21, 22, 23 തീയതികളിൽ കല്ലംകുളത്തെ ഡേറ്റുകൾ ധ്യാനങ്ങൾ ഓർത്തിരിക്കുക. കഴിയുന്നത്ര ആളുകളോട് പോവുക, വചനം ശ്രവിക്കുക. അതിനുശേഷം ഈ എളിയ ദാസൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അതിൻ്റെ സ്ഥലവും കാര്യങ്ങൾ തുടർന്ന് അറിയിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് വന്ന് നേരിട്ട് ഒരു ധ്യാന ഹാളിലിരുന്ന് കൂടുന്ന പോലെ ചേട്ടാ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾ പറയാനും സാധിക്കും. അതിന് പരിശ്രമമില്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധി എനിക്ക് ചുറ്റും പാളയമടിച്ചിരിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിരൂപനായി എൻ്റെ ആത്മാവിൽ ജ്വലിച്ചു നിൽക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിക്കട്ടെ. ഞാനൊരു തീപ്പന്തമായിട്ട് മാറട്ടെ. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ അതിശക്തമായിട്ട് ഇറങ്ങിപ്പെടുന്ന ഒരു ടീമിനെ രൂപപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ശക്തിയും തൻ്റെയോടും ധൈര്യമുള്ള ഒരു ടീമിനെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തിരുവചനത്തിന് ശക്തി, പുതിയ പാട്ടുകളൊക്കെ റെക്കോർഡ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പുതിയ അഭിഷേകം, പുതിയ പന്തക്കുസ്ത അല്ല, പന്തക്കുസ്ത പഴയ അനുഭവമല്ല, പുതിയ ശക്തി ലഭിക്കാൻ, വിശുദ്ധിയുടെ ശക്തി, അതിന് പുതിയ അഗ്നി, ആ അഗ്നി ലഭിക്കുവാൻ, വെളിപാട് 22:14 വെച്ചുള്ള ഒരുക്കത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ വിശുദ്ധി, ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ പരിശുദ്ധാത്മ അഭിഷേകം. ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയിലെ അവിടെ ഇവിടെ കിട്ടുന്ന ചില ധ്യാനങ്ങൾ പോലെയല്ല, അത് സമ്പൂർണ്ണ വിശുദ്ധി, സമ്പൂർണ്ണ ജ്ഞാനം, സമ്പൂർണ്ണ വിശുദ്ധി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, യോഹന്നാൻ 16:13, സത്യാത്മാവ് വന്നു വീഴുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ അറിയിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീതിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ആ പഠനം നമുക്ക് ആവശ്യമാണ്. നമുക്കത് സമയം പറയുന്നത് കിട്ടുന്നില്ല. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ക്ലാസിൻ്റെ ഒരുക്കം, ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ഒരുക്കം എങ്ങനെയാണ്, എന്താണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധി, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, നമുക്ക് കിട്ടില്ല. എവിടെയെങ്കിലും ചെന്നാൽ, ഏതെങ്കിലും ധ്യാന സെൻ്ററിൽ ചെന്നാൽ ഒരു കുറച്ച് വചനങ്ങൾ, ഒന്നോ രണ്ടോ ധ്യാനത്തിന് കുറച്ച് വചനങ്ങൾ കേട്ടുങ്ങ് പോകുന്നു. നമുക്ക് ഒരുങ്ങാൻ പറ്റില്ല. ആ ഒരുക്കമൊന്നുമല്ല നമുക്ക് ആവശ്യം, അതിനപ്പുറത്തേക്ക് ഒരുങ്ങേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുമ്പോൾ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ രീതിയിൽ ഒരുങ്ങണം, എങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സംരക്ഷണ കോട്ട കിട്ടില്ല. സംരക്ഷണ കോട്ട കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരേണ്ട യുഗാന്ത്യ പൈശാചികത ലോകത്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത വിധം പൈശാചിക ശക്തികൾ പിടിമുറുക്കുകയും നമ്മളെ അപായപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലം വരുമ്പോൾ നമുക്കവിടെ രക്ഷ കിട്ടണമെങ്കിൽ നാം പരിശുദ്ധിയോടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 1 തെസ്സലോനിക്കർ 23 എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവകിലും പൂർണ്ണമായിരിക്കേണ്ട വരട്ടെ. കർത്താവ് യേശുവിന് പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവൻ്റെ കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി, അത് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളൊരു വിശുദ്ധിയുടെ ശക്തി വേണം. ആ വിശുദ്ധിയുടെ ശക്തി ഉണ്ടെങ്കിൽ
നമുക്ക് സംരക്ഷണ കോട്ടയാണ്. നമ്മളെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും, അത് അത്ഭുതത്തിൻ്റെ കാലഘട്ടങ്ങളായിരിക്കും, അത് അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. പ്രിയ സഹോദരനെ, സർവ്വശക്തനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.